ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജാസി എന്ന് പറയുന്ന സെലിബ്രിറ്റിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നിരവധി വിവാദങ്ങളിൽ ചെന്നുവിടുന്ന ഒരു വ്യക്തിയാണ് ജാസി. ഹെലനോസ് പാട്ടയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ്. ഈ അടുത്തിടെ ജാസി ചെന്നുവിട്ട മറ്റൊരു വിവാദമായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്ന പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് തനിക്കും സൗജന്യ യാത്ര വേണമെന്ന് ജാസി ആവശ്യപ്പെടുകയും അതേ തുടർന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ധാരാളം കോൺട്രവേഴ്സികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ജാസിക്കെതിരെ കേരള വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. കക്കാടംപൊഴി വനമേഖലയിൽ അനുവാദമില്ലാതെ പ്രവേശിച്ച് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുകയും സോഷ്യൽ മീഡിയയിൽ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ജാസിക്കെതിരെ കേരള വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ജാസിയെ വിളിപ്പിക്കുകയും അവരിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജാസി അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹായ് ഗൈസ്, ജാസിയാണ്. എനിക്ക് പറ്റിയ ഒരു അബദ്ധം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് നിലമ്പൂരാണ്. ഞാൻ വരുന്നത് കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ്. ഞാൻ ഇപ്പൊ അടുത്ത് കക്കാടം പുഴയിൽ എന്നുള്ള സ്ഥലത്ത് പോയിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് അത്യാവശ്യം റീച്ച് ആയിരുന്നു ആ വീഡിയോസ്. അപ്പൊ ആ വീഡിയോസ് കണ്ടിട്ട് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയും ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിളിക്കുകയും ഞാനിപ്പോ അവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വനം വകുപ്പ് നിയമം പ്രമാണിച്ച് അത് തെറ്റാണ്. വനത്തിനുള്ളിൽ അതിക്രമിച്ച് കയറുന്നത്. പക്ഷെ നമുക്കതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ പോയ സമയത്തും ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ടാണ് ഞങ്ങളും പോയത്. പക്ഷെ എന്റെ വീഡിയോസ് കുറച്ച് വൈറലായതുകൊണ്ടും ഞാൻ കുറച്ച് പോപ്പുലർ ആയതുകൊണ്ടും അത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കി. അപ്പൊ ഞാനിപ്പോ അവിടെ പോയിണ്ടായിരുന്നു. സാറിനെ കണ്ടു. ഞാൻ അവിടെ എന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ രീതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് എന്നോട് അവിടുത്തെ സാർമാരൊക്കെ പെരുമാറിയത്. അപ്പോ എന്നോട് പറഞ്ഞു, സാർ അത് തെറ്റാണ്, എന്തായാലും ഒരു വ്ലോഗ് ചെയ്യണം ഇതിനെ കുറിച്ചിട്ട് ജാസ്തി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോ നിയമപരമായിട്ട് ആ ഭാഗത്ത് ഞങ്ങളെ വീഡിയോ ഓൾറെഡി ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഭാഗത്തേക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക, അത് നിയമപ്രകാരം തെറ്റാണ്. വനം വകുപ്പ് നിയമപ്രകാരം അവിടെ പോകുന്നത് തെറ്റാണ്. എനിക്ക് ആദ്യമായിട്ട് പോയതും അറിയാത്തത് കാരണമായതുകൊണ്ട് എനിക്ക് ഫൈൻ മാത്രമേ വന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അവിടെ ഞങ്ങൾ അന്ന് പോയത് ഒരുപാട് ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോകുന്നത് നിയമപ്രകാരമായിട്ട് തെറ്റാണ്. അപ്പൊ ആരും ഇത് ആവർത്തിക്കരുത്. അത് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പൊ ഗൈസ്, ചാ. ഈ കക്കാടംപൊഴി വനമേഖല പ്രധാനമായിട്ട് വനപ്രദേശമാണ്. പ്രത്യേകിച്ച് ട്രക്കിംഗ് അല്ലെങ്കിൽ ആഴത്തിനുള്ള വനത്തിലേക്ക് കയറാൻ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദം ആവശ്യമാണ്. അതല്ലാതെ നമ്മൾ ആ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വനം വകുപ്പ് സ്വമേധയാ കേസെടുക്കും. ഇതിപ്പോൾ ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് ഇവർ പറഞ്ഞതുകൊണ്ട് തന്നെ വനം വകുപ്പ് നിസ്സാരമായിട്ടുള്ള ഒരു പിഴയാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതലുള്ള ഗൗരവപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വല്ലതും ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സമയം കൊണ്ട് തന്നെ ജയിലിൽ പോകുമായിരുന്നു. ഈ ഒരു വിഷയം കണ്ടപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. ഈ അടുത്തിടെ സീത ട്രാവൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്ത് ഇടുക്കി ഡാമിന്റെ ഒരു കൈവഴിയിൽ പോയി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഫിഷിങ് ചെയ്യുന്നതിന്റെ. ആ ഒരു വീഡിയോ അത്യാവശ്യം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ റീച്ചായി വന്നപ്പോഴത്തേക്ക് വനം വകുപ്പിൽ നിന്ന് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുകയും ആ വീഡിയോ റിമൂവ് ചെയ്യുകയും ചെയ്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു സ്ഥലത്തെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് മുൻപ് ബന്ധപ്പെട്ട അധികാരികളോടോ അല്ലെങ്കിൽ പരിസരവാസികളോടോ ഈ സ്ഥലത്തെ ഫോട്ടോസോ വീഡിയോസോ എടുക്കുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വിശദമായിട്ട് അന്വേഷിച്ച ശേഷം മാത്രമേ വീഡിയോ എടുക്കാനും അഥവാ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാനും പാടുള്ളൂ. അല്ലെങ്കിൽ വളരെ ഗൗരവപരമായിട്ടുള്ള പല കേസുകളിലും നമ്മൾ പ്രതിയാവേണ്ട ചാൻസ് ഉണ്ട്. സോ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ.